ഡോക്ടർ ഹരി, ഇനി ഞാൻ ചോദിക്കുന്നില്ല, താങ്കൾക്ക് മറുപടി പറയാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻജി പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്ന തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എവിടെ ഇരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം കാണിച്ചത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഒരു സർക്കാർ പരിപാടിയിൽ വന്നിരുന്നത് കൊണ്ട് BJPക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണിച്ചത്. ഒരുപാട് ഇപ്പോൾ KPCCയുടെ ചിലപ്പം പ്രസിഡൻ്റൊക്കെ പല പരിപാടികളിൽ ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ പറയണം, ഒരു BJPയുടെ പ്രസിഡന്റ് വന്ന് വേദിയിൽ കയറി ഇരുന്നിട്ട് ആ വേദിയിൽ ഇരുന്നു കൊണ്ട് BJPക്ക് സിന്ദാബാദ് വിളിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ഉള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഫണ്ടിനെ കുറിച്ച്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ കുറിച്ച്. 71 പോർട്ടുകൾക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. 71 പരിശോധിക്കാൻ രേഖകളുണ്ട്. ഈ 71 എന്തിനാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള വലിയ പദ്ധതികൾ തുടങ്ങി അത് അതിലൊരു പ്രോഫിറ്റബിൾ ആകുന്നത് വരെ അത് പിടിച്ചു നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. അതിൽ കടമായി കൊടുത്തിരിക്കുന്ന 71-ൽ 71ാമത്തത് കേരളത്തിന് മാത്രമാണ് കടമായി കൊടുത്തിരിക്കുന്നത്. ബാക്കി നേരത്തെ പലയിടത്തും പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ഇന്നെങ്കിലും ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനമായി കേരളത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കൊടുക്കാമായിരുന്നു. ഒരു പ്രയാസമില്ല. ഇവിടെ ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പോകാത്തതിനെ കുറിച്ചും ഗോപാലകൃഷ്ണൻജി ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പേടിച്ചിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകണ്ടെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സർക്കാർ പരിപാടിയാണെന്ന വ്യാജേന BJPയുടെ പരിപാടിക്ക് പോയിരിക്കേണ്ട ഗതികേട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പോകാത്തത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ മറുപടി ചോദിക്കാനായിട്ട് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചില്ലേ, ഇവിടെ അനിൽ വളരെ കൃത്യമായിട്ട് സുരേഷിനോട് ചോദിച്ചില്ലേ എന്താണ് പറയാനുള്ളത്. അദ്ദേഹം വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയില്ലേ. എന്താ കാര്യം എന്നറിയോ? അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ്. ആ അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് വളരെ കൃത്യമായി നമ്മൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഈ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ നമ്മൾ കണ്ടു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണ് ഈ രാജ്യത്ത് സിംഗപ്പൂർ പോലെ കേരളം മാറ്റാൻ നാളുകളിൽ ഈ പരിപാടി ഈ വിഴിഞ്ഞം പോർട്ട് കൊണ്ട് നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിലെല്ലാ കാര്യത്തിലും ഞങ്ങൾ ആ പിന്തുണ കൊടുക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ശരിയായ വിവരങ്ങൾ എത്തിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക്. ഓക്കെ, അടുത്ത ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് മറുപടി. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി, അതുകൊണ്ടാണ്. അല്ല, ഞാൻ മിസ്റ്റർ ഹരിയോട് ആദ്യം എനിക്ക് എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബുജിയോട് പറയാനുള്ളത്, അങ്ങ് ഈ കാര്യം അങ്ങയുടെ ഈ മുന്നണിയായിട്ടുള്ള LDF മുന്നണിയിലെ പ്രത്യേകിച്ച് ചില മന്ത്രിമാർ സദസ്സിലിരിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വികൃതമായ ഭാഷയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോടൊന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കണം. ഇന്നെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റ് LDF ഇടാൻ പാടില്ല എന്ന് വാസ്തവത്തിൽ പറയേണ്ടത് അവരോടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങ് ഉപദേശിച്ചാൽ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഹരി പറഞ്ഞത് തെറ്റാണ് ഹരി. കാരണം ഈ UPAയുടെ ഭരണകാലത്ത് നിങ്ങൾ ഓരോ പ്രധാനമന്ത്രിമാർ പോയിട്ട് UPAയുടെ പ്രധാനമന്ത്രിമാർ അഥവാ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ പോയി അവർക്ക് ഇഷ്ടമുള്ള മാതിരി പണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം, ഇനി നിങ്ങൾ ഓരോ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഓരോ ആളുകൾക്കോ ഇനി നിങ്ങൾ തിരിച്ചടക്കേണ്ട, ഇനി നിങ്ങൾ തരണ്ട എന്നൊക്കെ പറയുന്നത് പോലെ നരേന്ദ്രമോദി പറയുമെന്ന് നിങ്ങൾ ധരിക്കരുത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടത് ഈ വിഴിഞ്ഞം പോർട്ടിന് എന്താണ് അതിനിടയ്ക്ക് എന്താ പറഞ്ഞത്? അല്ല, കേരളമായതുകൊണ്ട് പ്രധാനമന്ത്രി അങ്ങനെ സൗജന്യം കൊടുക്കില്ല എന്ന് പറയായിരുന്നു. വാസ്തവത്തില് എത്ര പദ്ധതികൾ ഞാനൊന്ന് പറയട്ടെ ഹരി, നിങ്ങൾ എത്ര കൊല്ലം ഭരിച്ചതാപ്പ ഈ കേരളത്തില്? ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. കേരളത്തിലെ 8 മന്ത്രിമാരുണ്ടായിട്ട് ആ ബൈപ്പാസ് ഒന്ന് തുറക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ, അതായത് മൻമോഹൻ സിംഗ് നൽകിയതിനേക്കാൾ കൂടുതൽ 10 വർഷത്തിൽ എല്ലാ മേഖലയിലും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അനുവദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പരസ്യമായിട്ട് ഈ വിഷയത്തിൽ ജനം ചാനലിലെ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണ്. മനസ്സിലാക്കാമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനൊന്ന് പറഞ്ഞ് തീരട്ടെപ്പാ. ഞാൻ പറഞ്ഞത് മാരിറ്റ് സമുദ്ര വികസനം ഞാൻ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാ. റെയിൽവേയുടെ കാര്യം, റോഡിൻ്റെ കാര്യം,
സർവ്വമേഖലയിലും കാണും. എന്തിനെന്ന് ഈ കപ്പൽ നിർമ്മാണശാലയ്ക്ക് 2024 4000 കോടി രൂപയിൽ അനുവദിച്ചത്. 1800 കോടി രൂപ ഡ്രൈ ഡോക്കിന് അനുവദിച്ചില്ലേ? INS വിക്രാന്തിനേക്കാൾ വലിയ വിമാനവാഹിനിയുടെ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പൈസ അനുവദിക്കാതെ പൂട്ടാൻ പോയതാണ് ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊച്ചിൻ പോർട്ടിൻ്റെ ട്രസ്റ്റി ആയിരുന്നു, എനിക്കറിയാം. ഇനി അല്ലല്ലോ ഒരു സെക്കൻഡിൽ തീർക്കപ്പാ, ഒറ്റ സെക്കൻഡിൽ തീർക്കാം. ഞാൻ ആകെ ഒരു പ്രാവശ്യമല്ലേ സംസാരിച്ചുള്ളൂ. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ മിസ്റ്റർ വേണുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. വിഴിഞ്ഞത്തിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? വിഴിഞ്ഞത്തിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലം തൊട്ട് തിരുനെൽവേലി വരെയുള്ള സ്ഥലമാണ്. കാരണം പൊള്ളാച്ചിയും അതുപോലെ തിരുപ്പൂരും ഒക്കെ വല്ലാർപാടത്തേക്കാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്തു നിന്ന് ചെങ്കോട്ടയിലേക്കും ഒക്കെ റെയിൽവേയുടെ വികസനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരാ? കേന്ദ്ര ഗവൺമെൻറ്റാണ്. വൈദ്യുതീകരണം പൂർണ്ണമായി നടന്നു. എത്ര കാലമായി എറണാകുളം, കോട്ടയം, കായംകുളം ഈ ഭാഗത്തെ റൂട്ട് ഇരട്ടിക്കാതെ എത്ര കാലമായി? അപ്പം ഇതൊന്നും നിങ്ങൾ പറയില്ല. നിങ്ങൾക്കാകെ പറയാനുള്ള ഒന്നാണ്, പൈസ കുറച്ചങ്ങോട്ട് കൊടുക്കാറുന്നില്ലേ? 70 സ്ഥലത്തെ പൈസ കൊടുത്തിരിക്കുന്നതും ഗ്രാൻഡായിട്ട് കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം ഗ്രാൻഡായിട്ടാണല്ലോ. ആദ്യം ലോണായിട്ടായിരുന്നല്ലോ തൂത്തുക്കുടി കൊടുത്തത്, സോറി പോണ്ടിച്ചേരി കൊടുത്തത്. സ്ഥലത്താണ് പലിശയടക്കം 10,000 കോടി രൂപയ്ക്ക് അടുത്ത് അതിന്റെ തിരിച്ചടവ് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒഴിവാക്കി കൊടുക്കാമെന്നുള്ളതാണ്. പലിശരഹിതമായിട്ടെങ്കിലും കൊടുക്കാമായിരുന്നു. അതേ ഞാൻ പറഞ്ഞു. അതേ അദാനി തന്നെയാണ് ഉമ്മൻചാണ്ടിയും, അതേ അദാനിയാണ് പിണറായി വിജയനുമായി ഇവിടെ സഖ്യം ചേരുന്നത്. അതും നമ്മൾ മറക്കരുത്. എല്ലാവരും ഒരേ കേന്ദ്രമാകുന്നു. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുകൊണ്ട് വികസനം ഇനിയും വരട്ടെ. നമുക്ക് വിവാദങ്ങൾ തൽക്കാലം മാറ്റിവെക്കാം.